നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്തെങ്കിലും ഉള്ളതായി കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. നമുക്കറിയാം MSC എൽസാ-3 ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കുറച്ചെങ്കിലും വ്യക്തത വരാനെടുത്ത മണിക്കൂറുകൾ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ കപ്പൽ അപകടങ്ങളിൽ അത്തരത്തിൽ ഈ അവ്യക്തതയുടെ മണിക്കൂറുകൾ അങ്ങനെ നീണ്ടു നിൽക്കാറുണ്ട്. അല്പസമയത്തിനകം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായ കാര്യങ്ങൾ അറിയാനും കഴിയും. എന്തായാലും കപ്പലിലുള്ളത് പെട്ടെന്ന് തീപിടിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളാണ് എന്ന സ്ഥിരീകരണം ഉണ്ടാവുന്നുണ്ട്. ആഷ്മി പറഞ്ഞതുപോലെ അത്തരം സൂചനകൾ തന്നെയാണ് ബേപ്പൂർ തുറമുഖത്തു നിന്നും നമുക്ക് ലഭ്യമാവുന്നത്. ബേപ്പൂർ തുറമുഖത്തു നിന്നും 70 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. നിലവിൽ അല്പസമയം മുമ്പ് ബേപ്പൂർ പോർട്ട് ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർക്ക് ലഭിച്ച ഇൻഫർമേഷൻ എന്നത് ഈ പരിക്കേറ്റ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്. അത് പ്രകാരം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള ആംബുലൻസ് ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് തുറമുഖത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വലിയ കപ്പലുകൾ ഇങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയില്ല. അതൊരു പ്രതികൂല ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇൻഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ പുറംകടലിൽ പോയി പരിക്കേറ്റ ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാൻ ടഗുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ബേപ്പൂരിൽ നിന്നും 70 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. എന്തുതന്നെയായാലും കോഴിക്കോട് ജില്ലാ കളക്ടർ നൽകിയ നിർദ്ദേശപ്രകാരം ബേപ്പൂർ തുറമുഖത്ത് പരിക്കേറ്റ ആളുകളെ എത്തിക്കുകയാണെങ്കിൽ അവരെ ഉടൻ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണം പൂർണ്ണമായും ഒരുക്കിയിട്ടുണ്ട്.